പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളുടെ ഈ പ്രഭാത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രാർത്ഥന ധ്വനി സൗദി അറേബ്യ കൗൺസിലിന്റെ പ്രയർ കോർഡിനേറ്ററായ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിലെ ദാസി വാജിസ്റ്റ് പുന്നൻ എബ്രഹാം ബ്രദറാണ്. പ്രിയച്ചാന ദൈവത്തിന്റെ നാമത്തില് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ നമ്മുടെ ദൈവം നമുക്ക് ഹല്ലേലൂയ ഒരു ദിവസം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ പ്രഭാത പ്രാർത്ഥന ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ഇതിന്റെ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ ഡയറക്ടർ ഹല്ലേലൂയ നമ്മുടെ ദേവദാസൻ ഹല്ലേലൂയ മറ്റുള്ള എല്ലാവരും ഇതിനകത്ത് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റവും ജീവിതം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. അതിനായി ഹല്ലേലൂയ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ കടന്നു വന്ന എല്ലാവരും ഹല്ലേലൂയ പ്രാർത്ഥനാ ധ്വനി ഹല്ലേലൂയ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ നല്ല മിഷണറിമാരാകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൽ ഹല്ലേലൂയ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ദൈവം കണ്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും അതിന്മേൽ ആത്മാഭാരത്താലായിരിക്കുന്നവർക്ക് ഹല്ലേലൂയ പ്രയാസത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും കിട്ടുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. അതിനായി ഹല്ലേലൂയ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് ഹല്ലേലൂയ സിസ്റ്റർ ഹല്ലേലൂയ ബ്ലെസ്സി എൽസനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സഹോദരി പാട്ടുപാടിയാണ്. പ്രൈസ് ലോർഡ്. താങ്ക് യു. എനിക്ക് അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. ദൈവം ചെയ്ത ഓരോ നന്മകളെ ഓർത്ത്, ഇന്നുവരെ നടത്തിയ ദൈവത്തിന്റെ വഴികളെ ഓർത്ത്, ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. ഇവിടെ പാട്ടുകാരൻ പറയുന്നു, നമ്മുടെ ആശ, നമ്മുടെ വാഞ്ച അത് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അതാണ് എൻ്റെ ആശ എന്നാണ് ഇവിടെ പാട്ടുകാരൻ പറയുന്നത്. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ഉയർത്തിയിടുന്നു, അങ്ങേ ഉയർത്തിയിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഘോഷിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഘോഷിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ഘോഷിച്ചിടുന്നു, അങ്ങേ ഘോഷിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ പ്രശംസിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ പ്രശംസിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ പ്രശംസിക്കുന്നു, അങ്ങേ പ്രശംസിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ വന്ദിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ വർണ്ണിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ വർണ്ണിച്ചിടുന്നു, അങ്ങേ വർണ്ണിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ,
അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. ഹല്ലേലൂയ. ഒരു പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് എന്റെ ആശ്രയം യേശു അത്രേ, സർവശക്തനാണ് എന്റെ യേശു. പാട്ടൂടെ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. കാരണം ദൈവത്തെ മാത്രം നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് ചാരുവാ. ദൈവത്തിന്റെ മാർവിടം മാത്രമേ ഉള്ളൂ. നമ്മെ നന്നായി അറിയുന്നവൻ, നമ്മുടെ ഉൾപ്പൂവുകളെ അറിയുന്നവൻ, നിലവുകളെ ഗ്രഹിക്കുന്ന യഹോവ. ഹല്ലേലൂയ. നമ്മുടെ ഏത് കഷ്ടങ്ങളിലും ഏത് സങ്കടത്തിന്റെ നാളുകളിലും, ഹല്ലേലൂയ, നമ്മുടെ ക്ഷാമത്തിന്റെ ഹല്ലേലൂയ നാളുകളിലും നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന യഹോവ, നമുക്ക് വേണ്ടി കരുതുന്ന യഹോവ, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങൾ മാറ്റിത്തരും. നിന്നീൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങൾ മാറ്റിത്തരും. നിന്നെ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും,
രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും. രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാഴ്ത്തങ്ങളും വിശ്വസനും വാക്കുമാറാത്തവനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ല പകലിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പാടുവാനും അങ്ങ് കൃപ തന്നതിനാ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഗ്രൂപ്പിനെ ആശീർവദിക്കണം. അങ്ങയുടെ ദാസനെ അങ്ങ് ഉപയോഗിക്കുമാറാകണമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാവ് ജാഗരിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവയുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഗാനങ്ങൾ അങ്ങേക്ക് ഹല്ലേലൂയ പ്രസാദയോഗ്യമായി തീരുവാൻ അങ്ങ് കൃപ ചെയ്യുമാറാകണം. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ, ഉത്തരം നൽകുന്ന ദൈവമാകിയാൽ, ആ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഓരോ വിഷയങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസങ്ങളും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കുമാറാകണം. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സകലവും ചെന്നുചിതമായി നടക്കുവാൻ ദൈവാത്മാവ് കൃപ ചെയ്തായിട്ട് ആത്മാവിന്റെ പരിവർത്തനം ഞങ്ങളുടെ മേൽ അയക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ്, ഇത് വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥനകളും യാചനകളും അങ്ങ് കേട്ടതുകൊണ്ട് സ്തോത്രം. ഉത്തരം വല്ലുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇനിയും അധികമായി ഹല്ലേലൂയ ദൈവനാമം മഹത്വം എടുക്കുവാൻ കർത്താവ് ഇടയാകട്ടെ. കുടുംബമായി അവരേത് ദേശത്തായിരിക്കുന്ന ദേശം അനുഗ്രഹപാത്രമായി തീരുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു നിന്ന് ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമുക്ക് വിടുതലെടുക്കുവാനായിട്ടിടയായി തീരണം. പ്രാർത്ഥനയാവുന്ന യാഗം മാത്രം, പ്രാർത്ഥനയാവുന്ന നിക്ഷേപം മാത്രമേ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. അതിനായി ഹല്ലേലൂയ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ സഹോദരി സാരാമ ജോൺ, ഉത്തർപ്രദേശ്, UP, ഹല്ലേലൂയ സഹോദരിയെ ക്ഷണിക്കുകയാണ്. ഈ പ്രാർത്ഥനാഭൂമിയുടെ തണലില് ദൈവസന്നിധിയിൽ ഇന്ന് പല കാലം കടന്നു വന്ന എല്ലാ പ്രിയ ദേവദാസന്മാർക്കും എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു അവസരം തങ്ങൾക്ക് തന്ന ദേവദാസിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. നമുക്ക് പരിപാടികളിലൊക്കെയും ഈ പ്രാർത്ഥനാഭൂമിയുടെ തണലിൽ ഇരുന്നുകൊണ്ട് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജയമെടുക്കുവാനും ഒക്കെയും കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിൽ വ്യാകരിക്കാം. വളരെ വിഷയങ്ങളിന്മേൽ നമുക്ക് പല വിഷയങ്ങളിന്മേൽ ജയം തന്ന ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഓരോരുത്തരായി എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പറയാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുണ്ട്. അതിനൊക്കെയും കർത്താവ് അതാത് സമയങ്ങളിൽ നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് പഴയ വിഷയങ്ങളൊന്നും ഇനി എടുത്തു പറയേണ്ടതില്ല. പുതിയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രസ്താവിക്കുന്നത്. ആന്റി, പ്രൈസ് ലോർഡ് ആന്റി. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളില് 15-ാം തീയതിക്കുള്ളിൽ വീട് മാറേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും വീടിന്റെ കാര്യത്തിന് ഒരു ക്രമീകരണം ആയിട്ടില്ല. എത്രയും വേഗത്തിൽ കർത്താവ് വാടകയ്ക്ക് ഒരു ഭവനം ഒരുക്കി തരാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. സ്വന്തമായിട്ടൊരു ഭവനം കർത്താവ് നൽകണം. ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനിയും വിഷയമുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് കൂടെ വിഷയം പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സജിനി. ലോണിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ബാങ്കിൽ ചെല്ലുവാനായിട്ട് പറഞ്ഞു പോകുവാനിടയായി. അവരതിന്റെ സമ്മതം മൂളിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് പേപ്പർ കാര്യങ്ങളൊക്കെ കൊണ്ട് ചെല്ലുവാനായിട്ട് ബാങ്കിൽ വീണ്ടും ചെല്ലുവാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ച ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി അറിയുന്നു. തുടർന്നും അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നിടം വരെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളാണ് ഇത് രണ്ടും. ദൈവം ജെയിനി സിസ്റ്ററിന്റെ ഒരു വീട് അത്യാവശ്യമായിരിക്കുന്നു. അത് വാടകയ്ക്ക് വേണ്ടി ഒരു വീട് ആവശ്യമാണ്. താമസിക്കുവാൻ പാർപ്പിടമില്ലാത്തവർക്ക് ദൈവം അതാത് സമയത്ത് ദൈവം ഒരു വഴിയൊരുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നല്ലൊരു ഭവനം ദൈവത്തെ സ്തുതിക്കാൻ സൗകര്യമായ രീതിയിൽ അവർക്കൊരു വാടക വീട് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സജിനി സിസ്റ്ററിന് ലോണിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്ന് അതിന്റെ ലാസ്റ്റ് ദിവസമാണ്. അവര് സാങ്ഷൻ ആകുവാൻ കർത്താവ് സഹായിച്ചല്ലോ. പേപ്പർ വർക്കുകളൊക്കെ ഇന്ന് നടക്കുന്നു. ആ വിഷയം ദൈവം ഇന്ന് അതിന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം 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 കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി കാലം മുഴുവനും കർത്താവ് ഞങ്ങളെ ക്ഷേമത്തോടെ സൂക്ഷിച്ചു. ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്നും കണ്ണുനീരിന്നൊക്കെ വിടുവിച്ച് ഈ നല്ല പ്രഭാതം ഒന്നുകൂടെ കാണുവാനും പ്രാണപ്രിയനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവേ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പച്ചായി പ്രിയപ്പെട്ടവര് പറഞ്ഞതായി രണ്ട് വിഷയങ്ങളെയും അപ്പച്ചന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രജനി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജൈന സിസ്റ്റർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കർത്താവെ, ഒരു ഭവനത്തിന് വേണ്ടി. എന്നാലേ കർത്താവ് ദിവസങ്ങളിൽ 15-ാം തീയതിക്ക് മുന്നമേ അപ്പൻ ഒരു ഭവനം കർത്താവ് അവർക്ക് വേണ്ടി കരുതിക്കൊള്ളുമാറാകണമേ കർത്താവെ. ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു ഭവനം കർത്താവ് സ്വർഗത്തിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് ഒരു ഭവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ടപ്പാ. അതിനുവേണ്ടി എല്ലാ വഴികളും കർത്താവ് ഒരുക്കി കൊടുക്കണമേ കർത്താവെ. അവരൊരു ഭവനം കണ്ടിരിക്കുന്നു എന്ന് കേട്ടല്ലോ. ആ ഭവനത്തിന്റെ ഓണറോട് കർത്താവ് ഇടപെടുമാറാകണമേ കർത്താവെ. എത്രയും വേഗം അല്ലെങ്കിൽ അതൊരു തീർച്ച അറിയുവാൻ ഭവനം നിങ്ങൾക്ക് തരാം എന്ന് പറയുവാൻ ആ ഓണറോട് കർത്താവ് ഇടപെടുമാറാകണമേ. ആ പുള്ളിയുടെ ഹൃദയത്തോടെ എന്റെ കർത്താവ് ഇടപെടുമാറാകണമേ കർത്താവെ. എത്രയും വേഗം എന്റെ കർത്താവ് ആ ഭവനത്തിൽ നിന്ന് അവരൊന്ന് മാറി അടുത്തൊരു ഭവനത്തിലേക്ക് മാറുവാൻ തക്കോണം കർത്താവ് വഴിയും വാതിലും തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു ഭവനമില്ലാത്ത വേദന, ഒരു ഭവനമില്ലാത്ത ദുഃഖം അതനുഭവിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ അപ്പാ. എന്റെ കർത്താവ് ഒന്ന് മനസ്സലിയണേ അപ്പാ. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കല്ലേ അപ്പാ. അടിയന്റെ കുറവുകൾ ഓർക്കല്ലേ കർത്താവേ. എന്റെ ഹല്ലേലൂയ, എന്റെ പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ, എത്രയും വേഗം ഒരു ഭവനം കർത്താവ് ഒരുക്കിയതിനാല് സ്തോത്രം സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് അപ്പാ. ആ വേദന എന്റെ ജീവിതത്തിലാണെങ്കിൽ ഞാൻ എന്തുമാത്രം കരയും അപ്പ. എന്നാലല്ലേ എന്റെ പ്രിയപ്പെട്ടവരുടെ വേദന കർത്താവ് അറിഞ്ഞ് അവരോട് മനസ്സലിയണമേ കർത്താവേ. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവമേ, ആ പ്രിയപ്പെട്ടവളോട് കരുണ തോന്നി. ആരുടെയും കുറവുകൾ ഓർക്കാതെ ആ പ്രിയപ്പെട്ടവളോട് കരുണ തോന്നി അപ്പൻ ആ വഴി ഒരുക്കി കൊടുക്കുമാറാകണമേ കർത്താവേ. എന്താ പറയാ പ്രിയപ്പെട്ടവനോട് കർത്താവ് ഇടപെടണേ അപ്പ. മനസാന്തരം കൊടുക്കണം, ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരവ് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദാനമായി കൊടുത്ത തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കുഞ്ഞുങ്ങളുമായിരിക്കുന്ന മേഖലകളെല്ലാം അപ്പച്ചന്റെ കൃപയും കരുതലും കൂടെ ഇരിക്കണമേ കർത്താവേ. അവർക്ക് ഭവനം വേണം, നല്ല ഭാവി വേണം, നല്ല ജോലി വേണം. അതിനെല്ലാം എന്റെ കർത്താവ് വഴിയും വാതിലും കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സജി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പച്ചന്റെ സന്നിധി ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച വിഷയമാണ് കർത്താവെ. ആ ഒരു ലോണിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി അപ്പന്റെ കരുത്തിലെ ആ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് കർത്താവെ ആ ഡോക്യുമെന്റ്സ് കൊണ്ടൊക്കെ കൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ അത് അവര് കൈപ്പറ്റി എത്രയും വേഗം ലോൺ തരാമെന്ന് ഒരു പൂർണ്ണമായ ഒരു വിശ്വസ്ത ഒരു വാക്ക് കേൾക്കുവാൻ സ്വർഗത്തിൽ അപ്പച്ചനെ ഇവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയപ്പെട്ടവരുടെ കടബാധ്യതകള് കർത്താവെ ഒന്ന് നികത്തുവാനുള്ള കൃപ എന്റെ അപ്പൻ അവൾക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ പല ദേശത്ത് പല ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നുവെങ്കിലും അപ്പന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ അപ്പച്ചനെ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനവധി ആവശ്യങ്ങളുടെ അവരുടെയും ഭവനത്തിൽ ഉണ്ടല്ലപ്പാ കർത്താവെ. ആ വിഷയങ്ങളൊക്കെ അപ്പൻ അറിഞ്ഞ് അവരുടെ
ചെറുതും വലുതുമായ സകല വിഷയത്തിനും കർത്താവ് മറുപടി കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാ അപ്പയും കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ലോൺ എടുത്തതും ഉണ്ടായില്ലപ്പാ, അത് മടക്കി അടയ്ക്കാനുമുള്ളൊരു കൃപ അവർക്ക് കൊടുക്കണം. അതിനുള്ള വഴികളും എൻ്റെ അപ്പച്ചന് അവർക്ക് കൊടുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ അങ്ങനെ തന്നെ ചെയ്തിരിക്കാലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ പ്രാർത്ഥിച്ച രണ്ട് വിഷയത്തിനും എൻ്റെ കർത്താവ് മറുപടി കൊടുത്തതിനാല സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് വരവിനാ ഒരുക്കണം. സകലതും ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം പ്രാർത്ഥന കേട്ട് അതിനുവേണ്ടി മറുപടി അയച്ചിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. നമുക്ക് അടുത്ത വിഷയം പറയാം. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ രണ്ടുപേർക്ക് പറയാം. സുവിശേഷ നിമിത്തം ജയിലിലായിരിക്കുന്ന പാസ്റ്റർ ജോസ് പാപ്പച്ചൻ, അതുപോലെ ഷീജാൻഡി, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഷീജാൻഡിയുടെ ജാമ്യത്തിനുള്ള വാദം നടക്കും ഇന്ന്. അപ്പോൾ ഷീജാൻഡിക്ക് ജാമ്യം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പിന്നെ പാസ്റ്റർ ജോസ് പുല്ലശ്ശേരി, വൈഫ് ഏലിയ മാൻഡി, അവര് 1.5 വർഷമായി ജയിലിലായിരിക്കുന്നു. അവർക്കും ഉള്ള വാദം ഇന്ന് നടക്കുകയാണ്. അവർക്കൊരു വിടുതൽ കിട്ടണം, ജയിലിൽ നിന്ന് അവർ മോചിതരാകണം. ഈ രണ്ട് വിഷയത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഷീജാൻഡിക്ക് ജാമ്യം ലഭിക്കാനും ജോസ് പാസ്റ്റർ കുടുംബമായിട്ട് ജയിലിൽ നിന്ന് വിടുതൽ കിട്ടുവാനുള്ള വാദം, ഈ രണ്ട് വാദം ഇന്ന് നടക്കുക. കർത്താവ് ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് വിഷയങ്ങളൊക്കെയല്ലോ നമ്മൾ ദിവസങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസ് പാപ്പച്ചൻ പാസ്റ്ററിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അവസ്ഥയില് കർത്താവ് ജയിലിലായിരിക്കുമ്പോഴും കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ ഇന്നുവരെയും ദൈവത്തിന്റെ തണലിൽ സൂക്ഷിച്ചു. അവർക്ക് ഇന്ന് ഷീജാസിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന് കേൾക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് അവിടെ നടക്കുവാൻ ദൈവമക്കളായ നമുക്കും പ്രാർത്ഥിക്കാം. അതുപോലെ അതിനു വേണ്ടിയുള്ള വാദം നടക്കുക. അപ്പൊ ദൈവം അത് പ്രവർത്തിക്കണം. അതിനുള്ള വാദം ഇന്ന് നടക്കും. അപ്പൊ അതിൽ ഒരു ജാമ്യം ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ വാദമാണെന്ന് ദൈവം ആര് അതിനു വേണ്ടി വാദിക്കുന്നു അവർക്കുള്ള ജ്ഞാനവും ദൈവം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് അതിനൊരു അത്ഭുത വിടുതൽ കർത്താവ് അവിടെ ഒരുക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജോസ് പുല്ലശ്ശേരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവരുടെ വാദത്തിൽ എന്താണ് ദൈവം അവിടെ അത്ഭുത പ്രവൃത്തി അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഇന്ന് അവരുടെ കാര്യങ്ങളിന്മേലൊരു ക്രമീകരണം ഉണ്ടാകുവാൻ നമുക്ക് ഏവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധനാഥ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളുടെ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. വീണ്ടും ദൈവസന്നിധിയെ ഞങ്ങളെ തലകളെ വണക്കുന്നപ്പാ. നിന്റെ ദാസി പറഞ്ഞ വിഷയത്തെ സ്തോത്രത്തോടെ അപ്പന്റെ പുനകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വേല നിമിത്തം ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കർത്തൃദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഞങ്ങളെ സമയം ഓർക്കുന്നു. അവരുടെ മുഖത്തെ ദൈവം ആദരിക്കണമേ അപ്പാ. കൊല ചെയ്തിട്ടോ കർത്താവെ, ഹല്ലേലൂയ, എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടോ അല്ലല്ലോ അപ്പാ, അങ്ങേ ഉയർത്തിയതിന്റെ പേരിൽ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ, യേശു ജീവിക്കുന്ന ദൈവമാകുന്നെന്ന് പറഞ്ഞതിന്റെ പേരിൽ കർത്താവെ, കിടക്കുന്ന ഞങ്ങളുടെ സമശിഷ്ടങ്ങളായിരിക്കുന്നുണ്ട് ദേവദാസന്മാരെ, ഒരു കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പുറത്ത് വേദനയോടെ കാത്തിരിക്കുന്നവരുടെ തലമുറയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ദിവസങ്ങളിൽ ഒരു അത്ഭുത ദൈവം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ദേവദാസന്മാർക്ക് ഒരു കുടുംബത്തിനൊരു കോട്ടയായിരിക്കട്ടെ. ഞങ്ങൾ ഓർക്കുന്നു, നാളുകളായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയമാപ്പാ. അതിന്മേൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എന്റെ പാതപ്പെടുത്തി ഞങ്ങളായിരിക്കുന്നു. എന്നയുടെ പ്രിയപ്പെട്ടവരുടെ കർത്താവെ, കേസിന്റെ വാദം നടക്കുന്ന ദിവസമാ കർത്താവെ. ഭക്തനായോ പറഞ്ഞു, എന്റെ വാദം എനിക്ക് സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ എനിക്ക് ഉയരത്തിലും. എന്റെ ഭക്തന് വേണ്ടി ദൈവോട് എഴുന്നേൽക്കണമേ. യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനവനെ തിരിക്കുന്നു. രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിയ കർത്താവ്, എന്റെ ദൈവമേ, നെബൂഖദ്നേസറിന്റെ ഉറക്കത്തെ കെടുത്തിയ കർത്താവെ, ഞങ്ങളുടെ അഭിഷക്തന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഈ ദിവസം ചിലരുടെ ഉറക്കത്തെ കെടുത്തി, ചിലരുടെ ഉള്ളത്തിന് സ്വസ്ഥത കൊടുക്കാതെ ദൈവം ഇടപെടണമേ. ആ കേസ് വാദിക്കുന്ന കർത്താവെ, അഡ്വക്കേറ്റിന്റെ ആ അമ്മ വിധി പുറപ്പെടുവിക്കുന്ന ആ അമ്മ സ്തോത്ര ജഡ്ജിയുടെ അത് വാദിക്കുന്ന
വാദിക്കുന്ന വക്കീലിന്റെ നാവോട് കൂടെ സ്വർഗം ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾക്ക് നല്ല സന്തോഷ വാർത്ത കേൾക്കുവാനും അവരുടെയാക്കണമേ. സ്വർഗാത്ഭുതം പ്രവർത്തിക്കണം. പ്രിയ ശിവയാന്റിക്കും കർത്താവെ ജോസ് പുളിവേലി പാസ്റ്റർ കുടുംബത്തിനും കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. അവർ മാത്രമല്ല, അവരോടൊപ്പം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മറ്റു വിശുദ്ധന്മാരുണ്ട്. അവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരെ കർത്താവെ അവരെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിർത്തി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യും. ദൈവം വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ അഭിഷിക്തന്മാരെ അവരുടെ പ്രവർത്തനങ്ങളെ സ്വർഗം മാനിക്കണം. തീച്ചുളയുടെ നടുവിലൂടെ അവർ ഇതിന്റെ വേല ചെയ്യുന്നപ്പാ. പ്രമുഖത്തെ ആദരിക്കണം. മഹത്വം കർത്താവ് എടുക്കും. അത്ഭുതം ദൈവം ചെയ്യും. ഒരു നല്ല മറുപടി ദൈവം ഞങ്ങൾക്കായി അയക്കും. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വത്തിനെടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഞാൻ അമ്മിയലസ്. ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു പ്രാർത്ഥന നടക്കുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനും ദൈവത്തിൽ നിന്നുള്ള വിടുതലുകൾ ഞങ്ങളുടെ ഭവനത്തിൽ അനുഭവിപ്പാനും കടന്നു വരുന്ന ദൈവമക്കൾക്ക് അത് അനുഗ്രഹമായി തീരാനും ദൈവനാമത്തെ എടുക്കാനും ദൈവമക്കളുടെ വലിയൊരു പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞാൻ റേച്ചൽ ബിജു. പ്രത്യേകിച്ച് എൻ്റെ ഇളയ മോൻ മെൽവിൻ മോനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയ കുഞ്ഞിനെ നമ്മള് പ്രാർത്ഥിച്ച പോലെ അവന് ഓസ്ട്രേലിയക്ക് പോകാൻ MS എടുക്കാൻ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി പ്രിയ ബെൻസൺ പാസ്റ്റർ കുടുംബം ദൈവമക്കള് ആന്റിമാരൊക്കെ പ്രാർത്ഥിച്ചു. പ്രിയ കുഞ്ഞിനെ ഫെബ്രുവരി 13 ഇവിടെ നിന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും കുഞ്ഞിന് ശാരീരിക ബലഹീനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അവന് പനിയുടെ അസ്വസ്ഥത, ചുമയുടെ കഫക്കെട്ടിന്റെ ഒക്കെ അസ്വസ്ഥത കുഞ്ഞ് ഭാരപ്പെടുന്നു. അതുപോലെ അവന്റെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവന് അലർജി അല്പം ഹൈ ആണെന്ന് ദിവസങ്ങളിൽ കാണുവാനിടയായി. പ്രത്യേകിച്ച് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, അവന്റെ അസിഡിറ്റിയുടെ പ്രയാസങ്ങളെല്ലാം ദൈവം പൂർണ്ണമായി മാറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ അവന് അവിടെ അക്കോമഡേഷന്റെ കാര്യങ്ങൾ ഇതുവരെയും ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് കുഞ്ഞിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു അക്കോമഡേഷൻ ദൈവം അവിടെ ഒരുക്കി കൊടുക്കണം. അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു അക്കോമഡേഷൻ കുഞ്ഞിന് ഓസ്ട്രേലിയയുടെ ദൈവം ഒരുക്കി കൊടുക്കണം. പ്രത്യേകിച്ച് കുഞ്ഞിന്റെ ശരീരാകൃതികളെ ബലപ്പെടുത്തണം. അവന്റെ അലർജി, അവന്റെ അസിഡിറ്റി പ്രയാസങ്ങൾ, ഭാരങ്ങൾ എല്ലാം ദൈവം മാറ്റി കൊടുക്കുന്നതിന് പ്രത്യേകം പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്നു. പ്രാർത്ഥന വിഷയം കേട്ടല്ലോ. പ്രിയ സിസ്റ്റർ മണി അലക്സിന്റെ വിഷയമാണ്. വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആ പ്രാർത്ഥനയിലൂടെ ആ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ, ആ ഭവനത്തിൻ്റെതായ വിഷയങ്ങളിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിഷയം തന്നല്ലോ. ആ വിഷയങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ശരീരാത്മതകളെ ബലപ്പെടുത്തി ശരീരത്തിന് വേണ്ട ആരോഗ്യം, ശക്തിയും ബലവും നൽകി പ്രിയ പൈതലിന് തക്ക സമയത്ത് കടന്നു പോകാൻ വേണ്ടതായ എല്ലാ സജ്ജീകരണങ്ങളും കർത്താവ് ഒരുക്കി കൊടുക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പൊ ഒരു പ്രഭാതം കൂടെ കർത്താവേ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, പ്രഭാത കർത്താവെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവർ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ അവസരത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പാ കർത്താവേ, പ്രാർത്ഥനാ വിഷയവുമായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പിതാവേ. ഹല്ലേലൂയ. കർത്താവേ, തേജ് കർത്താവേ, മണി ആന്റി പറഞ്ഞ കർത്താവേ, ആ വിഷയം ദൈവകരങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവേ, ആന്റിയുടെ ഭവനത്തിൽ കർത്താവേ ഇന്ന് പ്രാർത്ഥന നടക്കുകയാണല്ലോ അപ്പാ. ഹല്ലേലൂയ. അപ്പാ ഇന്ന് നടക്കുന്ന ആ പ്രയർ ഹല്ലേലൂയ അത് ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ കരുണ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ പ്രാർത്ഥന അവരുടെ ഭവനത്തിൽ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ, ഒരു വിടുതലായി
തീരുവാൻ ദൈവമേ സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം കടന്നു വരുവാനും കർത്താവെ വിടുതൽ പ്രായപ്പാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. അപ്പൊ അതിന് മക്കൾ ഏത് വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നുവോ അപ്പച്ച ആ വിഷയത്തിന്മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ കർത്താവെ. ഹല്ലേലൂയ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ആമേൻ. ഹല്ലേലൂയ തടുവാനും പ്രാർത്ഥിക്കുവാനും മക്കളെ ബലപ്പെടുത്തണമേ അപ്പച്ച. ഇന്ന് നടക്കുന്ന ആ പ്രാർത്ഥന ദൈവമേ ദേശത്തിന് ഹല്ലേലൂയ ദൈവമേ ഭവനത്തിന് ഹല്ലേലൂയ കടന്നു വരുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുവാൻ ദൈവമയോട് സഹായിക്കുമാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ കർത്താവെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുമാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാം ആദ്യോടൊന്നും കർത്താവെ പരിശുദ്ധാത്മാവ് പരിശുദ്ധെടുത്തു മാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ഒരു പ്രാവശ്യം ആവശ്യത വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. ആ പ്രാർത്ഥന ഹല്ലേലൂയ ദൈവം അനുഗ്രഹമായി കർത്താവ് തീരുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അമ്മ മക്കളെ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. തേജ് രണ്ടാമത് പറഞ്ഞ ആ വിഷയം ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. തേജ് കർത്താവെ ആ റേച്ചൽ പറഞ്ഞ ആ വിഷയം കർത്താവെ പിന്നെ മകളിന് വേണ്ടി കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നല്ല കർത്താവെ. തേജ കർത്താവെ ആ മെൽവിൻ മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ കഴിഞ്ഞ നാളുകളൊക്കെ കർത്താവ് 13-ാം തീയതി കർത്താവെ ആശ്രയിലേക്ക് പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു അപ്പാ. ഹല്ലേലൂയ കർത്താവിന്റെ യാത്രയിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കുമാറണമേ കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ കർത്താവെ കടന്നു പോകുമ്പോഴെല്ലാം ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുമാറണമേ. ഒരു ഭാരങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കർത്താവിന് മല ജീവിതത്തിൽ കടന്നു വരും ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തെ കൃപേനെ മക്കളെ മറച്ചുകൊള്ളുമാറണമേ കർത്താവെ. ഹല്ലേലൂയ പ്രത്യേകിച്ച് ശരീരമായ കർത്താവെ പനിയാലൊക്കെ ഭാരപ്പെടുന്നല്ലോ കർത്താവ്. സുസാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. പൂർണ്ണമായ ഒരു സൗഖ്യം ദൈവം പകരുമാറണമേ കർത്താവെ. ഹല്ലേലൂയ ഹല്ലെ ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥകളെ ദൈവം നീക്കണമേ. എല്ലാ അലർജികളെ ദൈവം നീക്കുമാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ രോഗിക്ക് വൈദ്യനായ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ കർത്താവെ അങ്ങ് സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്തനമാന്റെ ഹല്ലേലൂയ ശരീരത്തെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥകളെയും ദൈവം ഇവിടെ നീക്കുമാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിവേഗ വചനം ഓടുന്ന കഥാവചനം അയച്ച് ദൈവം സൗഖ്യമാക്കുമാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേ. ഹാല സൈക്യത്തോടെ ആരോഗ്യത്തോടെ ഇരമൻ കടന്നു പോകുവാൻ ദൈവം സഹായിക്കുമാറണമേ ഇത് പ്രാർത്ഥിക്കുന്നു. ദേശ കർത്താവെ അക്കോമഡേഷന് വേണ്ടി കർത്താവെ ഹാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അപ്പ. ഹാല എവിടെ ചെല്ലുമ്പോൾ കർത്താവെ നല്ല അക്കോമഡേഷനൊക്കെ കർത്താരുമാനി ലഭിപ്പാൻ തക്ക വേണം ദൈവം സഹായിക്കുമാറ ക്രമീകരണങ്ങളെല്ലാം കർത്താവെ നടക്കുവാൻ ഹാലേലുയ ദൈവം സഹായിക്കണമേ. ഒരു ഭാരങ്ങളോ പ്രയാസങ്ങളോ കടന്നിരുവാൻ ദൈവം അനുവദിക്കല്ലേ കർത്താവെ. സന്തോഷത്തോടും സമാധാനത്തോടും മകൾ കടന്നു കേൾക്കുവാൻ തക്ക വേണം ദൈവമേ. ഹാലേലുയ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മറുതിനെ മറച്ചുകൊള്ളു മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങൾ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കായ സ്തോത്രം. അങ്ങ് വിടുതലയച്ചിരിക്കാ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ട് ദൈവം ജയം തന്നിരിക്കുക. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഇനി എന്തെങ്കിലും വിഷയം ആർക്കെങ്കിലും ഉണ്ടോ? ആന്റി, എനിക്കൊരു പ്രത്യേക പറയാനുണ്ട്. ഞാൻ എൻ്റെ മോന്റെ കൂടെ ജോലി ചെയ്യുന്ന അജയ് എന്ന് പറയും. അവന് ഹിന്ദുവാണ്. ഹിന്ദു മാത്രമല്ല, ഭയങ്കര അമ്പലവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാ. പക്ഷെ ഇന്നലെ അവന് ജസ്റ്റിൻ മോനോട് പറയാനിടയായി, എടാ നിന്നെ ചേട്ടായിയുടെ മമ്മിയോട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണേന്ന് പറഞ്ഞു. ആ കൊച്ചിന് അവന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ ദുബൈയിലാണ്. അപ്പം ആ കൊച്ചിന് പനി അങ്ങോട്ട് വിട്ടു മാറുന്നില്ല. എന്നും പനി. പിന്നെ അവക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം, അങ്ങനെയുള്ള സ്വഭാവമുള്ള കൊച്ചല്ലേ. പക്ഷെ ഇപ്പൊ അവക്ക് തൊടുന്നതും പിടിക്കുന്ന എല്ലാം അങ്ങ് ഭയങ്കര ദേഷ്യവും പ്രശ്നമായിട്ടിരിക്കുക. ഒരു മാനസാന്തരം അവർ വലിയ കുടുംബത്തിലയച്ച ആ കുടുംബം ദൈവത്തെ അറിയാനായിട്ടിടയായി തീരണം. അവന്റെ പേര് അജയ് എന്നാ. ഞങ്ങളുടെ കൊച്ചിന്റെ പേര് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ആ വിഷയം പ്രാർത്ഥിക്കണം. സ്തോത്രം. എൻ്റെ ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് വാസ്തു സംബന്ധമായ ചില വിഷയങ്ങൾക്കായിട്ട് അത് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ആധാരം ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് പഞ്ചായത്തിൽ പോവുക. അപ്പോൾ വിഷയം വെച്ച് പ്രാർത്ഥിക്കണേ, ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒന്ന് വസ്തു അളന്നതാണ്. അപ്പോൾ അതിൻ്റെ ആധാരം എല്ലാം അങ്ങനെ ക്ലിയർ ആയിട്ടില്ല. അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുക സ്ഥലങ്ങളൊക്കെ. പിന്നെ എൻ്റെ നടുവിന് ഭയങ്കര വേദന. ആവശ്യം 2 വിഷയം വെച്ച് നമുക്ക് പ്രാർത്ഥന ചോദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെനി സിസ്റ്റർ പറഞ്ഞതായ
എൻ്റെ കൂട്ടുകാരൻ അജയ് ഹിന്ദു ആണെങ്കിലും അവന് വിശ്വാസം വന്നിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമെന്ന് അവന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ വിഷയങ്ങൾ ദൈവം അറിയട്ടെ. അവന്റെ പനിയും മറ്റുള്ള വിഷയങ്ങളുമായി ഭാരപ്പെടുന്നു. പ്രിയ സഹോദരി ദേഷ്യമൊക്കെ ആയിട്ട് മറ്റു പല പ്രശ്നത്താൽ ഭാരപ്പെടുന്നു. അവർക്ക് ഒരു വിജയം ദൈവം കൊടുക്കണം. ദൈവത്തെ സത്യദൈവം ആരെന്നറിയുവാൻ ഇതൊരവസരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മേരി സിസ്റ്റർ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരി നടുവേദനയാൽ ഭാരപ്പെടുന്നു. ഒരു പൂർണ്ണ വിടുതൽ ലഭിക്കാൻ പ്രാർത്ഥിക്കണം. മറ്റവരുടെ വസ്തുവിന്റെ വിഷയമുണ്ട്. ആ വിഷയവും കർത്താവ് അറിയുന്നു. നമ്മൾ അറിയുന്നതിന് മുൻപേ എല്ലാം അറിയുന്നു നമ്മുടെ നല്ല ദൈവം. ഈ വിഷയത്തിന് വേണ്ടി മറുപടി അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ശ്രദ്ധയോർത്തി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പച്ചാ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ തണലിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായ സ്തോത്രം കർത്താവേ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ കിടന്നുറങ്ങി യഹോവ താങ്ങി ഉണർന്നു മരിക്കുന്നത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കാന്ന് അങ്ങയുടെ തിരുവചനത്തോട് ചേർന്നിട്ട് ഞങ്ങൾ താണു വരികയാണ് കർത്താവെ. ജനിയാരി പറഞ്ഞ കൃഷിത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ജാതിയോ മതമോ ഒന്നും നോക്കാതെ കർത്താവെ ദൈവമായിരുന്നുള്ള സത്യം മനസ്സിലാക്കാൻ കൊടുത്ത അവസരത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രിയ ജനേന്ദ്രയുടെ മകന്റെ കൂട്ടുകാരന്റെ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്നു കർത്താവെ. പനി മൂലം ഉണ്ടാകുന്ന സകല ദേഷ്യങ്ങളെയും ദൈവങ്ങളെയും കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്മേൽ മനസ്സിന്മേൽ ബാധിച്ചിരിക്കുന്ന സകല കർത്താവെ വിധകളെയും ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ ദൈവ പ്രാർത്ഥന കേട്ട് മറുപടി കൊടുക്കണം. ഒരു ആശ്വാസം തന്റെ മകളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സത്യദൈവം ഏതൊന്നും അറിയുവാനുള്ളൊരു മനസ്സ് തന്റെ മകളുടെ മേൽ ദൈവം അയക്കണം കർത്താവെ. ആ മകന്റെ മേലും ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇതുമൂലം ദൈവമേ അവർക്കൊരു വിടുതൽ അയക്കാൻ, ഒരു മാനസാന്തരം കൊടുക്കുവാൻ ദൈവമേ എങ്ങടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. എന്റെ പിതാവ് പ്രാർത്ഥന കേട്ട് മറുപടി ചെയ്യുന്നതിലേക്ക് സ്തോത്രം കർത്താവെ. മേരിയാന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാളുകളായി കർത്താവ് വിഷയോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആണല്ലോ കർത്താവ്. വസ്തുത വെച്ച വിഷയം കർത്താവ് വലുത് അളന്നു കർത്താവെങ്കിലും അതിന്റെ വിഷയങ്ങൾക്ക് ഒരു മറുപടി കാണുവാൻ കഴിഞ്ഞിട്ടില്ല അപ്പച്ച. എന്നാൽ ഇന്ന് കർത്താവിന്റെ കാര്യങ്ങളുമായിട്ട് അവർ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടണമേ കർത്താവ്. അധികാരികളോട് ഇടപെടുമാറാകണം. അതിന്റെ ആധാരങ്ങളെല്ലാം ക്ലിയർ ചെയ്യുവാൻ ദൈവം സഹായിക്കണം. എല്ലാത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കണം കർത്താവ്. തടസ്സങ്ങളും പ്രതികൂലങ്ങളെയൊക്കെ മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവടിയാകണം ഞങ്ങളുടെ പ്രാർത്ഥന. ആന്റി കർത്താവ് നടുവിന്റെ വേദനയാൽ ഭാരപ്പെടുന്ന അപ്പച്ച, വേഗത്തിലൂടെ വചനം ക്രിയ ചെയ്യണമേ. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതിന്റെ അഹോബ ആരെന്നറിയുവാൻ ദൈവടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവനും അങ്ങേ തൊട്ടവനും സൗഖ്യം നടിപ്പിണരാൽ സൗഖ്യം തരുമെന്ന് അങ്ങയുടെ തിരുവചനമുണ്ടല്ലോ അപ്പച്ച. ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. വിടുതലിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുവിഷയങ്ങളെ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശു അപ്പച്ചന് തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വിഷയത്തിന്റെ ജയം തന്നിരിക്കാൻ ദൈവത്തിന് നമ്മോട് സ്തോത്രം ചെയ്യാം. ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. നമ്മുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്ന പൊന്നമ്മ ജോൺസൺ എന്ന് പറയുന്ന ആന്റി വലത് കൈക്ക് ഭയങ്കരമായ വേദനയാണ്, ഒത്തിരി കഷ്ടപ്പെടുന്നേ. പല മരുന്നുകൾ കഴിച്ചിട്ടും ആ വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഇന്നലെ രാത്രിയിലും വളരെ വിഷമത്തോടെ ആ വിഷയം പറഞ്ഞു. പൂർണ്ണമായ സൗഖ്യം പൊന്നമ്മ ജോൺസൺ എന്ന് പറയുന്ന ആന്റിക്ക് ദൈവം കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും വിശ്വസിക്കുന്നു. നമുക്ക് ഈ പ്രിയ കൃഷ്ണന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നമ്മ ജോൺസൺ കൃഷ്ണന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൈയുടെ വേദനയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു കർത്താവ്. ഈ സമയം തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പൂർണ്ണ വിടുതലിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഒരാൾ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ കർത്താവെ എന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയത്തിനായി നിങ്ങൾ നിന്നെ വാഴ്ത്തുന്നു വേണ്ടി ഞങ്ങൾക്ക് പിന്നെ നിന്റെ പാദപീഠത്തിലേക്ക് കുടുംബങ്ങൾ ഓരോരുത്തരെ കടന്നു വരുവാൻ വലിയ ഇടങ്ങളായിരുന്നായിട്ട് ഞങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. വിഷയങ്ങൾ വന്ന് അവതരിപ്പിക്കുമ്പോൾ കർത്താവ് കൂട്ടമായി പ്രാർത്ഥിച്ച വിഷയത്തിന്മേലെല്ലാം വിടുതൽ തരും. ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. കർത്താവ് ഡൗന്ന പറഞ്ഞൊരു നാമത്തിൽ കൂടി വരുന്നിടത്തേക്ക് എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വാക്തത്വമല്ലേ ദൈവം. വാക്കുമാറാത്തതിന് വാക്തത്വങ്ങൾ വിശ്വസനമായ ദൈവമാർക്ക് അടിയങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവെ
സ്തോത്രം ചെയ്യുന്നു. അപ്പാ ദൈവമേ പൊന്മസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ മകളുടെ വിഷയങ്ങൾക്കായി സ്തോത്രം. ദൈവങ്ങളുടെ ദൈവമേ തൻ്റെ മകളുടെ കൈയുടെ വേദന ദൈവമേ അറിയുന്നല്ലോ. അപ്പ പൂർണ്ണമായ ഒരു വിടുതൽ കൊടുക്കുവാൻ എൻ്റെ മകൾ ദൈവമേ കർത്താവിൻ്റെ കരുണത്തോട് മാറുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഇപ്പോഴത്തെ എൻ്റെ ശക്തി എൻ്റെ മകളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവ്. അപ്പ ദൈവമേ സ്തോത്രം. നീ തൊട്ടവന് നീ തൊട്ടോ നിന്നെ തൊട്ടവനും കർത്താവ് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ കരുണ സ്പർശിക്കുമാറാവണേ. നിന്റെ ദൃഷ്ടി മകളിൽ നിന്ന് മാറിപ്പോലെ തൊട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. എന്റെ സ്തോത്രം കർത്താവ്. അനുഭവത്തിന്റെ എന്ത് പ്രോബ്ലം ആയിരിക്കും പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കുന്നു. നമ്മുടെ സഹോദരിക്ക് പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് നൽകി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വിഷയങ്ങളെല്ലാം കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയും നമ്മൾ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ നമുക്ക് ഇനി ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. കഷ്ടതയും പട്ടിണിയും പ്രയാസവും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകമാണ്. നമുക്ക് അവർക്ക് വേണ്ടി ഒക്കെയും പ്രവർത്തിക്കേണ്ടതുണ്ട്. പേരുകളൊന്നും അറിയാമെങ്കിലും അനേകം പേര് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയവനായ നമ്മുടെ ദൈവം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളും ദൈവം അറിഞ്ഞ് പ്രവർത്തിക്കും. അതിനാൽ നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെങ്കിലും ഒന്ന് രണ്ട് വിഷയം ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. മദ്യപാനത്തിലും ലഹരി പദാർത്ഥങ്ങളിലും മയക്കുമരുന്നിനും ഒക്കെയും അടിമകളായിരിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുമൂലം അവരുടെ മാതാപിതാക്കൾ കഷ്ടത്തിലും വേദനയിലുമായിരിക്കുന്നു. ഭവനത്തിന് സമാധാനമില്ല, സന്തോഷമില്ല, കുടുംബമാർഗത്തിൽ കലഹം, അങ്ങനെ പണനഷ്ടം, അങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പല യൗവനക്കാർ ഈ ലോകമോഹങ്ങളിൽ ഉരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സത്യദൈവമാരെന്ന് അറിഞ്ഞ് അതിന് പ്രകാരം ജീവിച്ച് മുമ്പോട്ട് പോകാൻ അവരെയൊക്കെയും കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളായിരിക്കുന്നവരുടെ മക്കള് മദ്യപാനത്തിന്റെ അടിമകളിലായിരിക്കുന്നവരുണ്ട്. ദൈവം അവർക്കൊക്കെയും ഒരു വിടുതൽ കൊടുക്കുവാൻ, മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് ദൈവം ഒരു മറുപടി അയക്കുവാൻ, ഈ ദേശം വിടുതൽ പ്രാപിക്കുവാൻ, യൗവനക്കാരൊക്കെയും കർത്താവിൽ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ഈ ദേശം ഒരു ദൈവിക രാജ്യമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി പലരും ഭാരപ്പെടുന്നുണ്ട്. ഡിപ്രഷൻ മൂലം പല യുവജനങ്ങള് പ്രയാസത്തിൽ അനുഭവിക്കുന്നു. അവർക്ക് ഭയമാണ്, വെളിയിൽ ഇറങ്ങുവാൻ അവർക്ക് ഭയമാണ്. കതവടച്ച് മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നു, ആഹാരം കഴിക്കത്തില്ല, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കത്തില്ല, വെളിയിൽ ഇറങ്ങിയാൽ വെളിച്ചം കണ്ടാൽ അവർക്ക് ഭയമാണ്. അങ്ങനെയും പല യൗവനക്കാര് പല ഡിപ്രഷൻ മൂലം ഭാരപ്പെടുന്നു. അങ്ങനെയുള്ളവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കൾ പ്രയാസത്തിലാണ്. വിവാഹം തക്ക സമയത്ത് നല്ല തുണയെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അനേക വിഷയങ്ങളുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുമുണ്ട്. അനേക വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നു. ഉദരഫലം കർത്താവ് നൽകുന്നതാണല്ലോ. അതിനാൽ നമുക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ദൈവം ഒരു മറുപടി അയക്കുന്നതിനോട് പ്രാർത്ഥിക്കാം. ദേശത്തിനൊരു വ്യതിയാനം സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് മദ്യപാനത്തിനും ലഹരി പദാർത്ഥത്തിലും മയക്കുമരുന്നിലും ഒക്കെ അടിമകളായിരിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡിപ്രഷനായി മാനസികമായി വളരെയധികം ഭാരപ്പെടുന്ന യൗവനക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരോട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ആർക്കെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം.
മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, പറയപ്പെട്ട വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നൽകാമെന്ന അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ആ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോ വിഷയങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന. വിശേഷാല് മദ്യപാനികളായി നശിക്കുന്നവർ, മയക്കുമരുന്നിന് അടിമകളായി നശിക്കുന്ന യുവതികൾ, യുവാക്കന്മാർ, അവരെ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന. കർത്താവെ, ആ പാപ പ്രവൃത്തിയിൽ നിന്ന് അവരെ വിടുവിക്കണമേ, അവർക്ക് മാനസാന്തരം കൊടുക്കണമേ, ദൈവപ്രവൃത്തി അവരിൽ അയക്കണമേ. കർത്താവെ, ആരും നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കരുത്. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ സമൂഹം, ഹല്ലേലൂയ, ദൈവമക്കളുടെ മക്കൾ പോലും കർത്താവെ മദ്യപാനികളും മയക്കുമരുന്നിന് അടിമകളുമായി നശിക്കുന്നു. കർത്താവ്, കരുണയുണ്ടാകണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവർക്ക് ബോധം വരുത്തണമേ. കർത്താവെ, പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന്, യൗവന മോഹങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. കർത്താവെ, ദൈവത്തിങ്കിലേക്ക് അവർ മടങ്ങി വരുവാൻ, അനുദപിച്ച് ദൈവസനിൽ കരയുവാൻ, അവർ ദൈവമക്കളായി തീരുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. കർത്താവെ, ഹല്ലേലൂയ, പാപത്തോട് അറപ്പും വെറുപ്പും കൊടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ യുവതലമുറ നശിച്ചു പോകാൻ കർത്താവെ അനുവദിക്കരുത്. ഞങ്ങളുടെ സമൂഹം കർത്താവെ മയക്കുമരുന്നിന് അടിമകളായി മദ്യപാനികളായി നശിച്ചു പോകാൻ അനുവദിക്കരുതവരെ വിടുവിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, സ്തോത്രം, സ്തോത്രം. മക്കളെല്ലാം ഭാരപ്പെടുന്നവർക്ക് മക്കളെ നൽകണമേ, തലമുറകളെ നൽകണമേ. ദൈവമേ, സ്തോത്രം, സ്തോത്രം. വിവാഹപ്രായം എത്തിയവർ വിവാഹിതരാകാതെ അവർ തടസ്സങ്ങൾ കർത്താവെ ഉള്ളവരുണ്ട്. ദൈവമേ, കരുണയുണ്ടാകണമേ. തക്കതായ തുണകളെ ഞങ്ങളുടെ യുവാക്കന്മാർക്ക് കർത്താവ് നൽകണമേ. കർത്താവെ, തക്ക സമയത്ത് തന്നെ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ ദൈവമേ, പാർപ്പിടമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് പാർപ്പിടം നൽകണം. കർത്താവെ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോട് അറിയിക്കാൻ പറഞ്ഞ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങളെ മുഴുവനും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ്, അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നീട്ടണമേ. കർത്താവെ, വരുന്ന ആളുകളിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. നമ്മുടെ പ്രാർത്ഥന കേട്ട് എല്ലാ വിഷയങ്ങളിലും കർത്താവ് ജയം തരാൻ പോകുന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇത്രയും സമയം നമുക്ക് ദൈവസഭയിലിരുന്ന് സുപ്രഭാതത്തിൽ ഇത്രയും പേർക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന വിഷയങ്ങൾ പറയുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകൾ നമ്മുടെ പ്രാർത്ഥന വിഷയത്തിനെല്ലാം മറുപടി തന്ന ദൈവം ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന്മേലും സ്വർഗം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സമയം ദീർഘിക്കുന്നതിനാൽ ഞാൻ ബാക്കി സമയം ദേവദാസിന് വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന ദൈവദാസിന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഞാൻ കാര്യം വിഷയം കൈമാറുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ നമ്മുടെ പ്രിയ സഹോദരി ഹല്ലേലൂയ സാറാമ്മ ജോൺ ദേവദാസിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. നന്ദിയോടെ ഇനിയും അധികമായി ദൈവനാമം മഹത്വം എടുക്കുവാൻ കുടുംബമായി എവിടെയായിരുന്നാലും ആ ദേശത്ത് അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ആവശ്യങ്ങളുടെ മേലും എല്ലാം കർത്താവ് കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ. അല്പസമയ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ ഹല്ലേലൂയ 4-ാം അധ്യായം, യോഹന്നാൻ 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഒരുമിച്ച് ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങേ പാടുവാനും അങ്ങേ സ്തുതിക്കുവാനും ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു. തുടർന്ന് ഹല്ലേലൂയ ചില ചിന്തനകൾ ഞങ്ങൾ ചിന്തിക്കുന്നു. കർത്താവേ, അത് എനിക്കും ഹല്ലേലൂയ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരന്മാർക്കും കർത്താവിടെ നല്ലതായി തീരുവാനായിട്ട് ഇടയാകണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ, അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപകാൽ നിറച്ച് പ്രാർത്ഥനയെ കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു. പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ വിശുദ്ധിയോടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നും ഒക്കെ നമുക്കറിയാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോകത്തിന്റെ സ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസ ഗോളത്തിൽ തന്നെ പല
പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാലലുയ ഒരു വശത്ത് ഹാലലുയ അനേകായിരങ്ങൾ ഹാലലുയ ദൈവദാസന്മാരെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഹാലലുയ അവർ സത്യജീവന്റെ കർത്താവ് അവരെ നടത്തിയ വിധങ്ങൾ ഘോഷിച്ച് ഹാലലുയ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ ഹാലലുയ ദൈവനാമ മഹത്വം എടുക്കുവാനായിട്ട് കൃപയെടുക്കുമ്പോൾ ഹാലലുയ വിശ്വാസികളായ നാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് നയിക്കുന്നത്, ഹാലലുയ എങ്ങനെയാണ് നാം മുന്നേറുന്നതെന്ന് ചിന്തിക്കുവാൻ ഇടയാകണം. പ്രിയ ദൈവമക്കളെ, എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ഹാലലുയ എങ്ങനെ നിലനിർത്താം? ഹാലലുയ പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല ഹാലലുയ നമ്മുടെ നിത്യജീവൻ നിലനിർത്തേണ്ടത് നാം തന്നെയാണ്. ഹാലലുയ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹാലലുയ ഇന്ന് പകൽക്കാലം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവരോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായി വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ നമ്മൾ ലോകത്തെ വിടുക. ഒന്നാമത് നമ്മൾ ലോകത്തെ വിടുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ലോകത്തെ വിടുക. നാം ലോകത്തിലായിരുന്നു, അവിടുന്ന് നമ്മൾ മാറ്റപ്പെട്ട് ഹല്ലേലൂയ ആ ചേറ്റിലായിരുന്നു, അവിടുന്ന് നമ്മളെ വിടുവിച്ച ദൈവത്തെ ആശ്രയിച്ച് മുന്നേറുമ്പോൾ ഹല്ലേലൂയ ലോകവും അതിന്റെ മോഹവും വിട്ടോടി ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ ചിന്തകളെ മാറി നിത്യജീവൻ പ്രാപിപ്പാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്വീകരിച്ച് ഹല്ലേലൂയ അതിനായി ഹല്ലേലൂയ എല്ലാ ബന്ധനങ്ങളും മാറുവാൻ ഹല്ലേലൂയ ലോകവും അതിന്റെ മോഹവും വിട്ടോടുക. ഹല്ലേലൂയ ഒന്ന് നിത്യജീവൻ നിലനിർത്തണമെങ്കിൽ നാം ലോകത്തെ വിടുക. ഹല്ലേലൂയ പലപ്പോഴും നാം ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ലോകത്തെ വിടുവാൻ ഹല്ലേലൂയ ഇന്ന് ദൈവമക്കൾക്ക് വളരെ പ്രയാസമാണ്. ദൈവമക്കളെ വചനം നമ്മളെ ബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ വചനം നമ്മളെ കാണിച്ചു തരുന്നു. വചനം വ്യക്തമായി നമ്മൾ ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായി വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവമക്കൾ നമുക്ക് ലോകത്തെ വിടാം. നമ്മുടെ തലമുറകൾ ലോകത്തെ വിടട്ടെ. ആ ലോകത്തെ വിടുമ്പോൾ ഹല്ലേലൂയ അവർ മദ്യപാനത്തിൽ നിന്ന് ഹല്ലേലൂയ വെറുക്കൂത്തുകളിൽ നിന്ന് ഹല്ലേലൂയ ലോകമോഹങ്ങളിൽ നിന്ന് വിടുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നാം നല്ല മാതൃകകളായി തീരുവാൻ ദൈവം നമ്മളെ ഇടയാക്കണം. ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ ആ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ ആ വിശ്വാസ ജീവിതം നമ്മുടെ നിത്യജീവങ്ങളെ നിലനിർത്തുവാനായിട്ടിടയായിത്തീരും. നാം എല്ലാവരും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ തന്റെ ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ സുവിശേഷ വേലകൾ ഹല്ലേലൂയ കൺവെൻഷനുകളിലെ മുഖ്യ കുറിവാക്യമായിരുന്നു, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവ് നമ്മളെ വിടിവിക്കുന്ന ഹല്ലേലൂയ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയായി ഹല്ലേലൂയ നമ്മൾ പല വിഷയങ്ങളെല്ലാം നമ്മൾ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. അതിലൊക്കെ ഒരു വിടുതൽ നൽകുവാൻ ഇന്ന് പ്രഭാതം ഇടയായല്ലോ. ഹല്ലേലൂയ വിശ്വസിക്കുക. കർത്താവ് ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ആ വിശ്വാസം നമ്മുടെ നിത്യജീവൻ നമുക്ക് നിലനിർത്തുവാനായിട്ട് തീരും. ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒന്ന് നമ്മൾ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുകളയുക. ലോകത്തിലെ ഹല്ലേലൂയ ലോകത്തെ വിട്ട് ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് ഇടയായി തീരണം. 2 ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ വായിക്കാം. 17-ാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, ഏക സത്യ ദൈവത്തെയും നിന്നെ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു. ഹല്ലേലൂയ യോഹന്നാൻ 17:3 പറയുകയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ
നിത്യജീവനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ സത്യദൈവത്തെ നാം അറിഞ്ഞവരാണ്. ഹല്ലേലൂയ ആ സത്യദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ നല്ല വിശ്വാസത്തോടെ ഹല്ലേലൂയ വിശുദ്ധിയോടെ ഹല്ലേലൂയ ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകണം. അതും നമ്മുടെ നിത്യജീവൻ നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ നമ്മൾ കർത്താവിന്റെ നാമം ഉയർത്തുന്ന ദൈവമക്കളാണ്. നാം ചെല്ലുന്ന ദേശം അനുഗ്രഹമാകണം. നാം ചവിട്ടുന്ന ഏത് ഭവനങ്ങളിൽ ചെന്നോ അത് ഒരു അനുഗ്രഹ പാത്രമായി തീരണം. ഹല്ലേലൂയ നമുക്ക് സഭയിൽ നമ്മൾ ഏത് ഡെനോമിനേഷനാണെന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ സഭയിൽ ചെല്ലുമ്പോഴും ഹല്ലേലൂയ അതും അനുഗ്രഹപൂർണമായി തീരുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നമ്മുടെ മുഖ്യ അത്യന്തമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവൻ നമുക്ക് നിലനിർത്തണം. ഹല്ലേലൂയ അതിന് നാം ഹല്ലേലൂയ 1 ലോകത്തെ വിടുക, ഹല്ലേലൂയ 2 ക്രിസ്തുവിൽ വിശ്വസിക്കുക, 3 ഹല്ലേലൂയ ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയുക. ഹല്ലേലൂയ നാം അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ രുചിച്ച് നോക്കിയവരാണ്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന വിശുദ്ധ ജനമേ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളെ കർത്താവ് അറിഞ്ഞതിനാൽ സന്തോഷം. ഹല്ലേലൂയ കർത്താവ് നമ്മളെ അറിഞ്ഞ് ഹല്ലേലൂയ നമ്മളെ ഈ ലോകത്തു നിന്നൊക്കെ ഹല്ലേലൂയ മോഹങ്ങളിലൊക്കെ മാറ്റി നിർത്തി ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ നമുക്ക് നല്ല നിത്യജീവൻ ഹല്ലേലൂയ നിത്യജീവൻ നിലനിർത്തുന്ന ഹല്ലേലൂയ നിത്യജീവന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെയും പൈശാചികന്റെയും ബന്ധനങ്ങളെ മാറ്റുവാൻ ഈ പ്രഭാതം ഇടയായി തീരണം. ഹല്ലേലൂയ നമ്മൾ ആത്മാവിൽ വിതയ്ക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ജഡത്തിൽ ഹല്ലേലൂയ ഗലാത്യർ ഹല്ലേലൂയ 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുകയും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെയും കൊയ്യും. ഹല്ലേലൂയ അതുകൊണ്ട് ആത്മാവിന്റെ ഫലമായി തീരുവാൻ ഹല്ലേലൂയ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ലല്ലോ. ഇന്ന് പകൽക്കാലം ആ ജഡത്തിൽ മാറുവാൻ ഹല്ലേലൂയ ജഡം മരിക്കട്ടെ. ഹല്ലേലൂയ ജഡീയ സ്വഭാവങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോട്ടെ. ഹല്ലേലൂയ ഈ ലോകത്തിന്റെ മോഹങ്ങൾ പോട്ടെ. ഹല്ലേലൂയ നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെയും ക്രിസ്തുവിനെയും അറിഞ്ഞ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിത്യജീവൻ നിലനിർത്തുവാൻ ഹല്ലേലൂയ ആത്മാവിന്റെ ഫലമായി തീരുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് നമ്മൾ സ്നേഹം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ സന്തോഷം വർദ്ധിക്കട്ടെ. സമാധാനത്തിന്റെ വക്താക്കളാകട്ടെ. ഹല്ലേലൂയ ദീർഘക്ഷമയോടെ നിൽപ്പാൻ ഹല്ലേലൂയ ദയ ഹല്ലേലൂയ പരോപകാരം, വിശ്വസ്തത, ഹല്ലേലൂയ സൗമ്യത, ഇന്ദ്രിജയം ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ലല്ലോ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ഫലത്താൽ നിൽക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുകയും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെയും കൊയ്യും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ ആത്മാവോടെ ആത്മാവിന്റെ ഫലം കായ്ക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരണം. ഹല്ലേലൂയ നാം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ നമ്മളെ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാം ദൈവം നമുക്ക് കൃപ തന്നു. ഹല്ലേലൂയ അത് സ്നേഹത്തിലൂടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവർക്കിടയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ഹല്ലേലൂയ അതുപോലെ തന്നെ നാം ഓരോരുത്തരും നിത്യജീവൻ പ്രാപിപ്പാൻ ഹല്ലേലൂയ ഇടയായി തീരണം. നമ്മുടെ എവിടെയായിരുന്നാലും നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തിന്റെ ഏത് മുക്കിലുമാണേലും ഹല്ലേലൂയ ലോകം വിട്ട് ഹല്ലേലൂയ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട് ഹല്ലേലൂയ ലോകത്തിന്റെ ഹല്ലേലൂയ വിശുദ്ധിയോടെ നിൽപ്പാൻ ഹല്ലേലൂയ ഞാനൊരു പെന്തക്കോസ്തുകാരനാണ് അല്ലെ പെന്തക്കോസ്തുകാരിയാന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടെ ഹല്ലേലൂയ നിലനിൽക്കുവാൻ ഹല്ലേലൂയ കർത്താവ് ഇടയാക്കണം. അതിനായി നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ചില സ്നേഹബന്ധങ്ങളൊക്കെ മുറിയുമായിരിക്കാം. ഹല്ലേലൂയ ക്രിസ്തുവിൽ അത് നമുക്ക് സമാധാനം തരുന്നതായിരിക്കും. ക്രിസ്തുവിൽ നമുക്ക് സന്തോഷം തരുന്നതായിരിക്കും. ഹല്ലേലൂയ ക്രിസ്തുവിൽ നമുക്ക് സമാധാനം തന്ന് ഹല്ലേലൂയ നമ്മുടെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമായിരിക്കും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നിത്യജീവൻ ഹല്ലേലൂയ നാം നിലനിർത്തണം. ഹല്ലേലൂയ അതിന് ലോകത്തെ വിടുക, 2 ക്രിസ്തുവിൽ വിശ്വസിക്കുക, 3 ഹല്ലേലൂയ ദൈവത്തെയും ഹല്ലേലൂയ ക്രിസ്തുവിനെ അറിഞ്ഞ് ഹല്ലേലൂയ 4 ആത്മാവിൽ വിതയ്ക്കുക. ലോകപ്രകാരം ഹല്ലേലൂയ ലോകത്തിന്റെ മോഹങ്ങൾ മാറി ജഡീയ ചിന്തകൾ മാറട്ടെ, ജഡം മരിക്കട്ടെ, നമ്മുടെ ജഡീയ ചിന്തനകളെല്ലാം മാറി ആത്മാവിന്റെ ഫലത്തോടെ ജീവിപ്പാൻ ദൈവം ഹല്ലേലൂയ ഈ പ്രഭാതം നമ്മളെ ഇടയാക്കണം. ഹല്ലേലൂയ അതുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഹല്ലേലൂയ എല്ലാ വിശുദ്ധ ജനത്തെയും ഈ പ്രഭാതം നമുക്ക് കാണുവാൻ ദൈവം കൃപ തന്നല്ലോ, നമ്മളെ ബലപ്പെടുത്തിയല്ലോ. ആ ദൈവസ്നേഹത്തിലായി തീരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തട്ടെ. നിത്യജീവൻ നമുക്ക് നിലനിർത്തി ദൈവനാമം മഹത്വമെടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ആശീർവാദം പറയുവാനതിനു വേണ്ടി ഹല്ലേലൂയ ദൈവദാസനെ ഹല്ലേലൂയ ബ്രദർ തോമസ് ജോണിനെ ക്ഷണിക്കുകയാണ്.
പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം. കർത്താവേ, മനോഹരമായ പാട്ടുകൾ പാടുവാനും അതിനുശേഷം അനേക വിഷയങ്ങൾ ദൈവസേന കർത്താവെ പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് സഹായിച്ചല്ലോ. ദൈവമേ, ഞങ്ങളുടെ അനേക വിഷയങ്ങൾക്ക് മറുപടി തന്നല്ലോ. എന്നാലും പിന്നെ ഞങ്ങൾ അപേക്ഷിച്ച വിഷയങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ വിഷയങ്ങൾ കർത്താവെ, ഞങ്ങളുടെ അനേകം പേര് സഹോദരന്മാര് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ അനേകം സഹോദരന്മാർ ജയിലിൽ കൂടെ ഉണ്ട്, ജയിലിലായിരിക്കുന്നു. അതുപോലെ ഭാരപ്പെടുന്ന പലരുണ്ട്. കർത്താവെ, നീയല്ല ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. കർത്താവ്, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങൾ ഈ രാവിലെ കണ്ണു ഉയർത്തുക, സഹായിക്കണം. കർത്താവ്, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ദിവസങ്ങൾ മറുപടി ദൈവത്തെ മഹത്വപ്പെടുവാൻ സഹായിക്കണം. അതിനുശേഷമായി ദൈവദാസനെ കൂട്ടിക്കെട്ട് ദൈവാലോചനയ്ക്കായ സ്തോത്രം. കർത്താവ്, യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ നിത്യജീവൻ തന്നെ എന്ന് എന്റെ മാനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവ്, ഞങ്ങൾ ഈ ലോകത്തിനെ രൂപാതെ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവമെന്ന് മനസ്സിലാക്കി അങ്ങേ സേവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ഇന്നിപ്പോൾ കാലം ഞങ്ങളുടെ സഹോദരങ്ങൾ ജോലിക്ക് പോകും, ഞങ്ങളുടെ ദൈവദാസന്മാര് കർത്താവ് അവരുടെ ഭവനത്തിലായിരിക്കുമോ എല്ലാം ദൈവത്തെ സൂക്ഷിക്കണം. അപ്പച്ച, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണം. കർത്താവ്, ദുഷ്ടലോകത്തിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ദൈവ സാന്നിധ്യം കൊണ്ട് നടക്കണം. കർത്താവ്, ഒരു മാതൃകാ കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ബലപ്പെടും. കർത്താവ്, അവരുടെ കൂട്ടുകെട്ടൊക്കെയും കർത്താവിന് ഇതമല്ലാത്ത ഒരു ഇടപാടിന് ഇപ്പോൾ കാലം ആകുവാൻ ഇടയാകും. കർത്താവ്, ഞങ്ങളുടെ ദൈവദാസന്മാരെ അനുഗ്രഹിക്കും, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കും. കർത്താവ്, സകലവിധ നന്മകളാൽ നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.